ശക്തമായ കാറ്റിനും മഴയ്ക്കുമൊപ്പം കാട്ടാന ഭീതിയിലുമാണ് ചിന്നക്കനാൽ സിംഗുകണ്ടം നിവാസികൾ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആക്രമണകാരിയായ ചക്കക്കൊമ്പൻ ജനവാസ മേഖലയിൽ തമ്പടിച്ച നാശം വിതയ്ക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലെത്തിയ കാട്ടാന സിംഗുകണ്ടത്തെ വീട് ഇടിച്ചു നിരത്തി. രണ്ടാം തവണയാണ് അമൃത സുരേഷിന്റെ വീട് ചക്കക്കൊമ്പൻ തകർക്കുന്നത്. ശക്തമായ കാറ്റും മഴയുമാണ് ചിന്നക്കനാൽ സിംഗുകണ്ടം മേഖലയിൽ അനുഭവപ്പെടുന്നത്. ഇതിനോടൊപ്പമാണ് കാട്ടാനകളും നാട്ടിൽ നാശം വിതയ്ക്കുന്നത്. ആക്രമണകാരിയായ ചക്കക്കൊമ്പൻ ഒരു ഇടവേളയ്ക്ക് ശേഷം ജനവാസ മേഖലയിൽ നിന്നും കാട് കയറാൻ തയ്യാറായിട്ടില്ല. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിരവധി ആക്രമണങ്ങളാണ് പ്രദേശത്ത് ചക്കക്കൊമ്പൻ നടത്തിയത്. കഴിഞ്ഞ ദിവസം ബിയൽറാമിലെ റേഷൻ കട തകർത്തിരുന്നു. കഴിഞ്ഞ രാത്രിയിലെത്തിയ കാട്ടുകൊമ്പൻ സിംഗുകണ്ടത്തെ ഒരു വീട് ഇടിച്ചു നിരത്തി. അമൃത സുരേഷിന്റെ വീടാണ് നശിപ്പിച്ചത്. കുട്ടികളുമായി അമൃത തമിഴ്നാട്ടിൽ പോയിരുന്നതിനാൽ വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വൻ അപകടമാണ് ഒഴിവായത്. ഇത് രണ്ടാം തവണയാണ് ചക്കക്കൊമ്പൻ തന്റെ വീട് തകർക്കുന്നതെന്ന് അമൃത സുരേഷ് പറഞ്ഞു. നിലവിൽ ഈ വീട് പണിതിട്ട് ലോൺ വീടിന് അപേക്ഷ വെച്ചായിരുന്നു. അതിന് കിട്ടാത്ത കാരണം കൊണ്ട് നമുക്ക് അത്യാവശ്യം താമസിക്കാനുള്ള ചെറിയ ഒരു പെറയായിട്ട് സെറ്റ് പണിതിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു 4 മാസത്തേക്ക് മുമ്പിൽ വന്നിട്ട് യാണ് തട്ടി ഈ വീട്. അന്നേരവും ഗവൺമെൻറ്റുമായിട്ടോ ഇതുമായിട്ടോ എനിക്ക് ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടിയില്ല. ഇപ്പോൾ രണ്ടാമത്തെ ഇന്നലെ ഞാൻ നാട്ടിനെ എനിക്ക് 2 പിള്ളേരുള്ളതാണ് മക്കൾ. ഒരാൾ 5ലും ഒരാൾ 1ാം ക്ലാസ്സിൽ ഈ വർഷം ചേർക്കണം. എനിക്ക് 2 പിള്ളേരും ഉണ്ട്. ഇപ്പോൾ ഈ മഴയും കാറ്റത്ത് കറണ്ടില്ല. എനിക്ക് ഈ വീട്ടിലേക്ക് കറണ്ടും ഇല്ല, അങ്ങനത്തെ സംവിധാനവും എനിക്കില്ല, വീടില്ല. എനിക്കിപ്പോൾ യാണ വന്നിട്ട് ഇപ്പോൾ തട്ടി. ഇപ്പോൾ ഞാൻ 2 പിള്ളേരുമായിട്ട് ഇതിനകത്ത് കിടക്കുവാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ ഞങ്ങളെ കൂട്ടിമുറിച്ച് മൊത്തത്തിൽ കളഞ്ഞനെ ഞങ്ങൾ. ഇപ്പോൾ ഇങ്ങോട്ട് ഞങ്ങൾ ഓടി ചാടിക്കുകയാണെങ്കിൽ മറിഞ്ഞ തപ്പിച്ച് പോകണമെങ്കിൽ. മഴക്കാലം ശക്തമായ സാഹചര്യത്തിൽ പ്രദേശത്തെ തോട്ടങ്ങളിലും കാട്ടാനകൾ കൂട്ടമായി തമ്പടിക്കുന്ന സാഹചര്യവുമുണ്ട്. കാറ്റും മഴയും ശക്തമാവുന്ന സാഹചര്യത്തിൽ കാട്ടാനകൾ എത്തിയാൽ അറിയാൻ കഴിയില്ലെന്നും കാട്ടാന ശല്യത്തിന് പരിഹാരം കാണണമെന്നും ചിന്നക്കനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാറും ആവശ്യപ്പെട്ടു. പരിസരത്ത് തന്നെയാണ് മറ്റേ ചക്കക്കൊമ്പൻ ആന നിൽക്കുന്നത്. ഇന്നലെ 7 മണിയായപ്പോൾ തന്നെ സിറ്റി കയറി വന്നു കഴിഞ്ഞ് കാറ്റും മഴയത്ത് ആന എങ്ങോട്ടാ പോകണമെന്ന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. RRT ടീമൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഒരു 9 മണിയോടുകൂടിയാണ് ഇന്നലെ ഈ വീട് ഇവിടെ വന്ന് ഈ ആന തള്ളുന്നത്. ഇവർ ഭാഗ്യത്തിന് ഇന്നലെ കൊച്ചിനെ ചേർക്കാൻ തമിഴ്നാട്ടിൽ പോയതുകൊണ്ട് മാത്രം അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഒരു അപകടം സംഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 3 മാസങ്ങൾക്ക് മുമ്പും ഇതേ വീട് വന്ന് പൊളിച്ചാണ്. ഇവർക്ക് ഒന്നാമത് ലൈഫിൽ പേരൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട് വെക്കാനും അവരുടെ സ്വന്തം പൈസ മുടക്കിയാണ് ഇവർ ഇത്രയും കാണിച്ചു വെച്ചേക്കുന്നത്. അത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ആന വന്നിപ്പോൾ പൊളിച്ചു കളയുന്നത്. ഏതാനും മാസം മുമ്പ് ചക്കക്കൊമ്പൻ ഇതേ വീട് തകർത്തതിനു ശേഷം കടം വാങ്ങിയാണ് 2 മുറിയുള്ള ഈ ചെറിയ വീട് നിർമ്മിച്ചത്. ഇതും തകർത്തതോടെ കൊച്ചുകുട്ടികളുമായി ഇനി എവിടേക്ക് പോകുമെന്ന ആശങ്കയിലാണ് ഈ കുടുംബം. നിർധന കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ വനം വകുപ്പ് അടിയന്തര സഹായം നൽകണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.